നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമൻ നാരായണീയത്തിൽ ദശകം 30 വാമനാവതാരം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകങ്ങൾ 7, 8, 9, 10. ഗാത്രേണ ഭാവിമഹിമോചിത ഗൗരവം പ്രാക് വാവൃണോത്തേവ ധരണീം ചലയൻ നയാസേഹി ഛത്രം പരോഷ്മതിരണാർത്ഥം ഇവാദദാനോ ദണ്ഡം ച ദാനവജനേക്ഷിവ സന്നിധാതും ഗാത്രേണ ഭാവിമഹിമോചിത ഗൗരവം പ്രാക് വാവൃണ്ണദേവ ധരണീം ചലയന്നയാസേഹേ ഛത്രം പരോഷ്മതിരണാർത്ഥം ഇവ ദധാനോ ദണ്ഡം ജദാനവജനെ ശിവസന്നിധാതും. ശത്രുക്കളുടെ പ്രതാപരൂപമായ ചൂട് തടുക്കുവാനെന്നോണം ഒരോലക്കുട ചൂടി അസുരരിൽ പ്രയോഗിക്കാനെന്ന വണ്ണം ദണ്ഡം ധരിച്ച് വരാൻ പോകുന്ന മാഹാത്മ്യത്തിന് തക്ക ഗൗരവം മുൻകൂട്ടി തന്നെ കണക്കിലെടുത്തു തോന്നുമാറ് ശരീരത്താൽ ഭൂമി കുലുക്കി യാത്രയായി. ഓലക്കുട ചൂടി ദണ്ഡം കയ്യിലേന്തി കമണ്ഡലു എടുത്ത് മാൻതോലും ധരിച്ച് ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിലാണ് വടുരൂപിയ ഭഗവാൻ യാത്രയായത്. ശ്ലോകം 8. താം നർമ്മദൂത്തരതടേകയമേദശാലാം ആസേതുഷേത്വരുജാതവരുദ്ധനേത്രേക ഭാസ്വാൻ കിം യേഷ ദഗനോനുസനൽ കുമാരോ യോഗീനുഗോ അയം യത് ശുക്രമുഖൈശങ്കേ താം നർമ്മദോത്തരതടേകയമേദശാലാം ആസേതുഷേത്വരുജാതവരുദ്ധനേത്രേക ഭാസ്വാൻ കിം യേഷ ദഗനോനോ സനത്കുമാരോ യോഗീനുഗോ അയം യത് ശുക്രമുഖൈശങ്കേ. എല്ലാവരാലും സമ്മാനിതനായ വടുരൂപയ തേജസ് വഴിഞ്ഞൊഴുകുന്ന ആ ബ്രഹ്മചാരി നേരെ ബലിയുടെ അശ്വമേധയാഗം നടക്കുന്ന നർമ്മദയുടെ വടക്കു തീരത്തേക്ക് പോയി. അവിടെ യാഗശാലയ്ക്ക് സമീപമെത്തിയപ്പോൾ തന്നെ ആ തേജസ് കണ്ട് അസുരഗുരുവായ ശുക്രാചാര്യൻ തുടങ്ങിയവരുടെ എല്ലാം കണ്ണഞ്ചിപ്പോയി. അവർ ശങ്കിച്ചു നോക്കി, ഇതാര് ഈ വരുന്നത്? ആദിത്യദേവനോ അഗ്നിദേവനോ അതോ യോഗിവര്യനായ സനൽകുമാരനോ? ആരെന്നവർക്ക് മനസ്സിലായില്ല. സൂര്യനും അഗ്നിയും സ്വതവേ തേജസ്സുള്ളവരാണ്. സനൽകുമാരനാണെങ്കിൽ യോഗചര്യ അനുഷ്ഠിച്ച് തേജസ്സുറ്റവനായി തീർന്നതാണ്. ഇവർ മൂവരും തേജസ്വികളാകയാൽ ആരെന്നവർക്ക് തിട്ടപ്പെടുത്താനായില്ല. ആ വടുരൂപയുടെ തേജസ്സിൽ എല്ലാവരും മയങ്ങിപ്പോയി. ശ്ലോകം 9. ആനീതം ആശു ഭൃഗുബിർമകാസാഭിഭൂതൈക ത്വാം രമ്യരൂപം അസുരപുളകാവൃതാംഗക
ഭക്ത്യാ സമേത്യ സുഹൃതി പരിണിഞ്ജ പാദൗ തത്തോയം മന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം ആനീതം ആശു ഭൃഗുഭിർമകാസാഭിഭൂതൈക ത്വാം രമ്യരൂപം അസുരപുളകാവൃതാംഗഃ ഭക്ത്യാ സമേത്യ സുഹൃതി പരിണിജ്യ പാദൗ തത്തോയം മന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. ആ ബഡുരൂപിയ ഭഗവാന്റെ ഉഗ്ര തേജസ്സിന് അടിമകളായിപ്പോയ മഹർഷിമാർ വേഗം എഴുന്നേറ്റ് അദ്ദേഹത്തെ ആനയിച്ചു. മനോമോഹനരൂപിയായ അങ്ങയെ കണ്ട് സുഹൃതിയായ ആ സുരൻ മഹാബലി ഭക്തിപാരവശ്യത്താൽ പുളകിതഗാത്രനായി അങ്ങയുടെ സമീപത്തെത്തി പാദം കഴുകിച്ച് അത് പാദതീർത്ഥമായി സ്വീകരിച്ച് തൻ്റെ ശിരസിൽ ധരിച്ചു. മഹാബലി അസുരവംശത്തിലാണ് പിറന്നതെങ്കിലും ഭക്തിയുള്ളവനായിരുന്നു. ഭക്തന്മാർ സുഹൃതികളാണ്. സുഹൃതം ചെയ്തതിൻ്റെ ഫലമായാണ് ഭക്തി കൈവരിക്കാൻ സാധിക്കുക. ഭക്തിയുള്ളതിനാലാണ് ബലിയെ സുഹൃതി എന്ന് വിശേഷിപ്പിച്ചത്. മഹാന്മാർ അതിഥികളായെത്തിയാൽ അവരുടെ പാദം കഴുകി ആ ജലം തീർത്ഥമായി സ്വീകരിക്കുന്നത് ആതിഥേയൻ്റെ കടമയാണ്. അത് ആതിഥ്യ മര്യാദയാണ്. അതാണ് ബലി സ്വയം എഴുന്നേറ്റ് വടുവിൻ്റെ പാദക്ഷാളനം നടത്തിയത്. ശ്ലോകം 10. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനു തദിദം ദിദിജോ അഭിലേഭേ യഥേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സാ ത്വം വിഭൂ ഗുരുപുരാലയ പാലയേദഃ. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനു തദിദം ദിദിജോപിലേഭേ യഥേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സാ ത്വം വിഭൂ ഗുരുപുരാലയ പാലയേദഃ. മഹാബലി അസുരനായി അസുരവംശത്തിൽ ജനിച്ചിട്ടും ഭക്തനായി ഭഗവാന്റെ പാദതീർത്ഥം ശിരസിൽ അണിയാനായി തരപ്പെട്ടു. പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ചതിനാലാണോ, യാഗങ്ങൾ നടത്തി പുണ്യം നേടിയതിനാലാണോ, ബ്രാഹ്മണരിൽ വിശ്വാസമുള്ളത് കൊണ്ടാണോ, ഏതായാലും അസുരനായിട്ടും ശ്രീ പരമേശ്വരൻ ശിരസിലണിയുന്ന വിഷ്ണുപദതീർത്ഥം ബലിക്ക് ലഭിക്കാനിടയായി. സുഹൃതികൾക്ക് അത് ലഭിക്കൂ. ഭഗവാനെ വിഭോ ഗുരുവായൂരപ്പ, ആ അങ്ങ് എന്നെ രക്ഷിക്കണേ. നമസ്തേ. അടുത്ത ഭാഗം ദശകം 31 മഹാബലിതർപ്പണം തുടരും നാളെ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ അടുത്ത ഭാഗം ദശകം 31 മഹാബലിതർപ്പണം തുടരും നാളെ. നമസ്തേ.